പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം 31-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ക്രിസ്തു നിമിത്തം പൗലോസ് അനുഭവിച്ച 10 പീഡകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു മാതൃകാ സഭയുടെ ചില ലക്ഷണങ്ങൾ. നമ്മൾ മുന്നോട്ട് വരുന്തോറും ചില സഭകളെ കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആഴങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ ആത്മീക വർധനവ് പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഫലസ്തീൻ നാടിനെ 3 ആ കാലത്ത് 3 സബർബനായിട്ട് തിരിച്ചിരുന്നു. ഒന്ന് യഹൂദ്യ, മറ്റൊന്ന് ഗലീല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ് ശമര്യ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഗലീലയിൽ നിന്ന് യഹൂദിയയിലേക്ക് പോകണമെങ്കിലും യഹൂദിയിൽ നിന്ന് ഗലീലയ്ക്ക് പോകണമെങ്കിലും ശമര്യ വഴി കടന്നു പോകണമായിരുന്നു. എന്നാൽ ശമര്യരും യഹൂദരും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ നിമിത്തം അവർക്ക് ശമര്യയിൽ കടന്നുകൂടായിരുന്നു. അവർക്ക് ഐക്യമുണ്ടായിരുന്നു യഹൂദന്മാർക്ക് ശമര്യരുമായിട്ട്. എന്നാൽ അതിനെ അതിലംഘിച്ചുകൊണ്ടാണ് കർത്താവ് ശമര്യയിലൂടെ യെരുശലേമിലേക്ക് യാത്രയായത്. പ്രിയ ദൈവമക്കളെ, അതല്ല നമ്മുടെ ചിന്താവിഷയം. എന്നാൽ ഈ 3 ദേശങ്ങളിലും ചുരുങ്ങിയ കാലം കൊണ്ട് സഭ സ്ഥാപിക്കപ്പെട്ടിരുന്നു. പ്രാദേശികമായി ദൈവം കൊടുത്ത പരിജ്ഞാനത്തിനൊത്തവണ്ണം പത്രോസിന്റെ പ്രസംഗത്തിലൂടെ, സ്തേഫാനോസിന്റെ പ്രവർത്തനത്തിലൂടെ, ഫിലിപ്പോസിന്റെ പ്രയത്നത്തിലൂടെ എല്ലാം സഭ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ നമ്മൾ സഭയുടെ സമാധാനം കെടുത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ശൗവൽ. സഭയ്ക്ക് സ്വസ്ഥത കൊടുക്കാത്ത ഒരു ഉപദ്രവകാരിയായിരുന്നു ശൗവൽ. എന്നാൽ ശൗവൽ മാനസാന്തരപ്പെട്ടതോടുകൂടി സഭയിൽ സമാധാനം ഉണ്ടായി. അങ്ങനെ എന്ന് പറഞ്ഞാണ് ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം. അങ്ങനെ. എങ്ങനെ? പൗലോസ് മാനസാന്തരപ്പെട്ടതോടുകൂടി, അഥവാ ശൗവലിന്റെ മാനസാന്തരത്തോടുകൂടി പ്രാദേശികമായ സഭകളിലെല്ലാം ഒരു സ്വസ്ഥത കൈവന്നു, ഒരു സമാധാനം കൈവന്നു, ഒരു ശാന്തതയുണ്ടായി. ദൈവമക്കളെ, കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് എരമോസ് മൗണ്ടിൽ നിന്ന് അവൻ വിളിച്ചു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവരുമുണ്ട്,
സമാധാനം കെടുത്തുന്നവരുമുണ്ട്. ഇന്ന് ആധുനിക കാലത്ത് സഭയിലെ സമാധാനം കെടുത്തുന്നത് സുവിശേഷ വിരോധികളല്ല, സുവിശേഷ വിഹിതർ എന്ന് പറയുന്നവർ തന്നെയാണ് സഭയിൽ സ്വസ്ഥത കൊടുക്കാത്തത്. പോലീസിന്റെ അകമ്പടിയോടെയുള്ള ആരാധന, ഒരുപറ്റം വിശ്വാസികൾ ചേർന്ന് സ്വരൂപിച്ചതും ആർജിച്ചതും പണിതുണ്ടാക്കിയതും സ്വന്തമാക്കിയതും എങ്ങനെ സ്വന്തമാക്കാമെന്നുള്ള പണത്തോടും സ്ഥാപന ജംഗമ സ്വത്തുക്കളോടുള്ള ആർത്തി നിമിത്തവും സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി നിമിത്തവും സഭകൾ തമ്മിലും നേതാക്കന്മാർ തമ്മിലും യുദ്ധം ചെയ്ത് സാധാരണക്കാരായ വിശ്വാസികളുടെ സമാധാനം കെടുത്തുന്ന കാലയളവാണ് 21-ാം നൂറ്റാണ്ട്. എന്നാൽ 1-ാം നൂറ്റാണ്ട് അങ്ങനെയായിരുന്നില്ല. സുവിശേഷത്തോട് എതിർക്കുന്ന എതിരാളികളുടെ തിന്മ നിറഞ്ഞ ക്രൂരത നിറഞ്ഞ പ്രവർത്തനത്താൽ സഭകൾക്ക് സ്വൈര്യവും സമാധാനവും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും യുപിയിലും ഒക്കെ അവിടെയുള്ള ദൈവമക്കളെല്ലാം അനുഭവിക്കുന്നത് ഈ രീതിയിലുള്ള പീഡകളുടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ്. 1-ാം നൂറ്റാണ്ടിലേതുപോലെ ഒക്കില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എവിടെയാണോ സഭകൾക്ക് എതിർപ്പുള്ളത് അവിടെയൊക്കെ സഭ വളർന്നിട്ടുണ്ട്. സഭയുടെ നാഥൻ അവിടെയൊക്കെ സഭയെ വളർത്തിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ഏതെല്ലാം പ്രകാരത്തിലായിരുന്നു സഭയുടെ വളർച്ച എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഭ വളർന്നത് എങ്ങനെയാണ്? കെട്ടിടവും സ്ഥാപനവും കൊണ്ടാണോ? അല്ല. സകല ദേശങ്ങളിലുമുള്ള സഭയ്ക്ക് സമാധാനമുണ്ടായി. സമാധാനം കൈവരുന്നത് ഒരു വളർച്ചയുടെ അടയാളമാണ്. ആത്മീയമായിട്ട് വളരുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകും. വ്യക്തികൾക്കും അങ്ങനെയാണ്, കുടുംബങ്ങൾക്കും അങ്ങനെയാണ്, സംഘടനകൾക്കും അങ്ങനെയാണ്, സഭകൾക്കും അങ്ങനെയാണ്. തമ്മിൽ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുന്നുവെങ്കിൽ സമാധാനം ഉണ്ടാകും. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഒന്നുകൂടി പറയാം. സമാധാനം ഉണ്ടാകണമെങ്കിൽ ഐക്യത, സ്നേഹത്താൽ ബന്ധിതമായ ഐക്യത സംരക്ഷിക്കപ്പെടുന്നിടത്തൊക്കെ സമാധാനമുണ്ട്. എവിടെയാണോ ഐക്യത നഷ്ടപ്പെടുന്നത് അവിടെ സമാധാനം ഉണ്ടാകില്ല. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിയല്ലേ? വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കിടക്കാനായിട്ട് വീട്ടിൽ കയറി വരുമ്പോ വീട്ടിലെ ജീവിത പങ്കാളിയോ മക്കളോ അങ്ങനെ ചീറി നിൽക്കുകയാണെങ്കിൽ അന്ന് രാത്രി നമുക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റില്ല. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറഞ്ഞു പോകും, സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള പ്രതിസന്ധികൾക്കകത്തൊക്കെ നമ്മൾ ചെന്ന് പെട്ടിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, നമ്മുടെ വീട്ടിൽ സമാധാനത്തിന്റെ ഉൽപാദകരായിരിക്കണം നമ്മൾ.
നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാനായിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടുന്നവരാകണം നമ്മൾ. അവനങ്ങനെ ചെയ്യാൻ കൊള്ളാമോ, അവൾക്ക് അങ്ങനെ പറയാൻ കൊള്ളാമോ, അവരെന്താണ് അങ്ങനെ ചെയ്യാൻ? ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ നമ്മുടെ ഭവനത്തെ കുറിച്ചുള്ള ആത്മഭാരം നമ്മൾക്കുണ്ടെങ്കിൽ, എന്റെ ഭവനത്തിന് സമാധാനം വേണമെന്ന് ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ആകെ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരാളും മാത്രമായി. ബാക്കി പലരും ചിലപ്പോ ആ കാര്യം ചിന്തിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മൾക്ക്, ഞാൻ പാർക്കുന്ന എൻ്റെ വീട്ടിൽ സമാധാനം വേണമെന്നുള്ളത് ഒരു വലിയ നിർബന്ധമായ കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ അത്യുത്സാഹത്തോടെ നിൽക്കും. അങ്ങനെ നിൽക്കേണ്ട ഒരു വ്യക്തിയാകണം നമ്മൾ. എൻ്റെ വീട്ടിലെ, എൻ്റെ പ്രസ്ഥാനത്തിലെ സമാധാനത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി, ആത്മീയമായ പ്രബുദ്ധതയ്ക്ക് വേണ്ടി ഞാൻ എന്നാലാവോളം ശ്രമിക്കുമെന്നുള്ള ഒരു തീരുമാനവും ഒരു സമർപ്പണവും ഉള്ളവരായിരിക്കട്ടെ നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോ മാതൃകാ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യക്ഷമായ ലക്ഷണം? സമാധാനമുള്ള സഭയാണ്, സ്വസ്ഥതയുള്ള സഭയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? ആത്മീക വർധനവ് പ്രാപിച്ച സഭ. എങ്ങനെയാണ് ആത്മീക വർധനവ് ഉണ്ടാകുന്നത്? ആത്മീയ വർധനവ് കൈവരുന്നത് ദൈവവചന പഠനത്തിലൂടെയും പ്രാർത്ഥനയാലും ഉപവാസത്താലുമാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കൂട്ടായ്മയും ദൈവവചന പഠനവും പ്രാർത്ഥനയും ഉപവാസവും, 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? വചനം പഠിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കൂട്ടായ്മ ആചരിക്കണം, ആരാധിക്കണം. 5 കാര്യങ്ങൾ ആത്മീയ വർധനവിന് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ഓരോ വിശ്വാസിയും ആത്മീയമായി വർദ്ധിച്ചു വരാൻ ഈ 5 കൂട്ടം കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെക്കണം. വചനം പഠിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കൂട്ടായ്മ ആചരിക്കണം, ആരാധിക്കണം. ഈ 5 കാര്യങ്ങൾ ഒരു ദൈവ പൈതലിൽ ഉണ്ടെങ്കിൽ അവൻ ആത്മീയമായിട്ട് വളരും. ആത്മീയ വർധനവിന് വേറെ കുറുക്കുവഴിയില്ല. ഒന്നില്ലാതെ മറ്റൊന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് 5 തമ്മിൽ കണക്റ്റഡാണ്. വചനം പഠിക്കുന്നത് ആരാണ്? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമാണ് വചനം പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും വചനം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ടാകും. ദൈവവചനം പഠിക്കണം. ഞാനത് ക്ലാസിന്റെ ആരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവവചനം പഠിക്കണമെങ്കിൽ രക്ഷാനിർണയം പ്രാപിച്ചവർക്ക് മാത്രമേ ദൈവവചനം പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടാകും. അല്ലാത്തവർക്ക് ദൈവവചനം വായിക്കുമ്പോഴും ദൈവവചനം കരങ്ങളിലെടുക്കുമ്പോഴും ആത്മീയമായി കൂട്ടായ്മയിൽ സംബന്ധിക്കുമ്പോഴും ആരാധനയിൽ സംബന്ധിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം ഉറക്കമായിരിക്കും. ഉറക്കവും മയക്കവും
ക്ഷീണവും വല്ലായ്മയും അസ്വസ്ഥതയും ഞെരുക്കങ്ങളും ഒക്കെ ആയിരിക്കും സാധാരണയായി. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഉത്സാഹത്തോടെ വചനം പഠിക്കും, ചിട്ടയോടെ വചനം പഠിക്കും, ആത്മാർത്ഥമായി വചനം പഠിക്കും. കഴിഞ്ഞ ദിവസം നമുക്ക് ക്ലാസ് എടുക്കുന്ന സോളോ ഫിലിപ്പ് സാറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ സാറ് പറയായിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് എനിക്ക് തോന്നണേ, 8-10 മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ബൈബിൾ കോളേജിൽ ഒരു ടോപ്പിക് റെഡിയായി. അതെല്ലാം ഒരു സോഫ്റ്റ്വെയറിനകത്ത് പവർ പോയിന്റ് ചെയ്തൊക്കെ ആക്കി വെച്ചു. പക്ഷെ ക്രൗഡിൽ നിന്ന് അത് പോയി. സാറ് പറയാ, ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുൻപ് വന്നപ്പോ അത് കാണാനില്ല, അത് ക്രൗഡിൽ നിന്ന് ഡിലേറ്റ് ആയി. അത് എത്രമാത്രം പ്രവർത്തിച്ചാലാണ് ഒരു ക്ലാസ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാൾ എന്തുമാത്രം എഫോർട്ട് എടുക്കണം എന്നറിയാം. എന്തുമാത്രം തികഞ്ഞും ഒക്കെ അന്വേഷിച്ച് വേണം. കാരണം അത് ക്ലാസ് എടുക്കുമ്പോ എന്തെല്ലാം ചോദ്യങ്ങൾ മറിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കാണും. അപ്പൊ ആ ചോദ്യം വരുമ്പോൾ ഈ മറുപടി കൊടുക്കാൻ ഞാൻ റെഡി ആയിരിക്കണം. ഇത് ക്ലാസ്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാനാഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാം. നമ്മൾക്കൊരു ഇമാജിനേഷൻ ഉണ്ട്, ഈ ടോപ്പിക്കിലൂടെ പോകുമ്പോൾ ഇന്ന ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ മുൻപിൽ വരാൻ സാധ്യതയുള്ള കുറെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഞാൻ തന്നെ ചോദിച്ച് ഞാൻ തന്നെ അതിനുള്ള ഉത്തരം കണ്ടെത്തിയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ ഞാനിരിക്കണേ. ആ ഉത്തരം കണ്ടെത്തുക, അത് പറയുക, അത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളത് ചോദ്യോത്തരമായിട്ടല്ല നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ പറഞ്ഞത് അതിന്റെ പിന്നാമ്പുറം ഇരുന്ന് ഒരാൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾക്കിത് പറഞ്ഞു തന്ന് നമ്മളത് പഠിച്ച് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയാണ് 2x2 നമ്മൾക്ക് കിട്ടുന്നത് മറ്റു 2 പേർക്ക് കൊടുത്ത് അവർ 2 പേർക്ക് കൊടുത്ത്. അതാണ് ആത്മീക വർധനവെന്ന് പറയുന്നത്. ആത്മീക വർധനവുണ്ടാകണം. നമ്മൾ ഇത് കൊടുക്കും തോറും നമ്മൾ ആത്മീകമായി വളരും ദൈവമക്കളെ. നമ്മൾ വളർന്നാൽ അതിന്റെ അർത്ഥം നമ്മുടെ സഭ വളർന്നു എന്നാണ്. ഈജിമോ ഭിണ്ടിയിലുള്ള 10 അംഗങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈജിമോ ഭിന്ത്യ വളരുന്നു എന്നാണ്. അപ്പനെ അല്ല വളർച്ച, സമഗ്രമായ വളർച്ചയാണ്. അതാണ് സഭയുടെ വളർച്ച. അങ്ങനെ തന്നെയാണ് നമ്മളിലുള്ള നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചാൽ നമ്മൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ വളരും, നമ്മൾ ചേർന്ന് നിൽക്കുന്ന സഭയും വളരും. അപ്പോ കൂട്ടായ്മ എന്നുള്ളത് നിർബന്ധമാണ്. സഹോദരിമാർക്കറിയാം, അടുപ്പിൽ ഒറ്റയ്ക്കൊരു വിറക് മാത്രം വെച്ച് തീ കത്തിക്കാൻ നോക്കിയാൽ അത് കത്തില്ല. പല കൊള്ളികൾ ചേർത്ത് വെച്ച് കത്തിച്ചാൽ വേഗത്തിൽ അത് പാകമാകും. ആ ജ്വാലയ്ക്കാണ് ശക്തി. അതുപോലെ പല വിശ്വാസികൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോഴാണ് ജ്വലിക്കുന്നത്. ഇതാണ് കൂട്ടായ്മ. ഒരുമിച്ചിരുന്നുള്ള ജ്വലനമില്ല. ഓൺലൈനില് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നു, നിങ്ങളൊക്കെ അവരവരുടെ വീട്ടിലിരിക്കുന്നു, എല്ലാം കേൾക്കുന്നു, പറയുന്നതെല്ലാം നിങ്ങൾ ഒബേ ചെയ്യുന്നു. പക്ഷെ ഈ ഒന്നിക്കല്, അത് ഒന്നൊന്നിനോട് ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചൂടുണ്ട്, അത് കിട്ടൂല നമുക്ക്. എന്നാൽ നമ്മൾ കൂട്ടായ്മയിൽ വന്നിരിക്കുമ്പോൾ ആത്മാവിൽ നമ്മൾ ഒന്നിച്ചിരിക്കുക. ഓഫ്ലൈൻ കൂട്ടായ്മയാണ് ശക്തി. ഓട്ടെ, ഞാൻ വിടുക. കൂട്ടായ്മ, ആരാധന. ഞായറാഴ്ച നേരം വെളുത്ത് ചിലർക്ക് പവർ വിഷൻ ഓൺ ചെയ്ത് വെച്ച് അതിന്റെ മുമ്പിൽ ഇരുന്ന് സംതൃപ്തി അടയുന്ന ഒത്തിരി പേരുണ്ട്. ഏതാ? വീട്ടിലെ സഭായോഗം അല്ലെ? അങ്ങനെ കോവിഡ് കാലത്ത് ഒന്നുമില്ലാത്തപ്പോ അത് വളരെ പ്രയോജനമാണ്. അതെങ്കിലും ഉണ്ടല്ലോ എന്നൊരു സമാശ്വാസം. കോവിഡിന്റെ വഴിക്ക് പോയി.
പക്ഷെ നമ്മളിപ്പോഴും അതിന്റെ ചൂട്ടിൽ നിന്ന് പോവില്ല. നമ്മൾക്ക് ഇപ്പോഴും ഞായറാഴ്ച ആരാധനയ്ക്കൊന്നും നമ്മൾ പോവില്ല. നമ്മളിപ്പോഴും വീട്ടിലെ സഭായോഗത്തിന്റെ മുൻപിലിരുന്ന് നമ്മൾ അത് കണ്ട് തൃപ്തി അടഞ്ഞിരിക്കുക. ശരിയല്ല. നിങ്ങൾ ഏത് സഭയിലെ മെമ്പറാണോ ആ സഭയിൽ ആരാധനയ്ക്ക് പോകണം. നമ്മൾ ഏത് സഭയിലെ മെമ്പറാണോ അതാത് സഭയിൽ, അതല്ലെങ്കിൽ നിങ്ങൾ, എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ ഞായറാഴ്ച വീട്ടിലിരുന്ന് കുപ്പൂസ് അടിച്ച് വീട്ടിലിരിക്കരുത്. ഞായറാഴ്ച എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകും. ഞായറാഴ്ച അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് ആരാധനയിൽ സംബന്ധിക്കണം. ഈ 5 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു സഭ, ഒരു പ്രസ്ഥാനം, ഒരു കുടുംബം ആത്മീയ വർധനവ് പ്രാപിക്കുന്നത്. ഓക്കെ, ആത്മീയ വർധനവ് ഒരു മാതൃകാ സഭയുടെ പ്രത്യക്ഷമായ ലക്ഷണമാണ്. രണ്ടാമത്തെ കാര്യം, കർത്താവിനോടുള്ള ഭക്തി. കർത്താവിനോടുള്ള ഭക്തി എന്താണ് യഥാർത്ഥമായ ഭക്തി? കർത്താവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് പള്ളിയോടുള്ള ഭക്തിയല്ല. നമ്മൾ ഉൾപ്പെടുന്ന സഭയോടുള്ള ഭക്തിയല്ല. പാസ്റ്ററോടും അച്ഛന്മാരോടും തിരുമേനിമാരോടുമുള്ള ഭക്തിയല്ല. കർത്താവിനോടുള്ള ഭക്തിയാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ഒരു മാതൃകാ സഭ ഉയർത്തിക്കാണിക്കുന്ന ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ, ഉയർത്തിക്കാണിക്കുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ, ഉയർത്തിക്കാണിക്കുന്നത് ഒറ്റ നാഥനേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു മാത്രം. ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള, യേശുക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ആ ഉയർച്ച, ആ ബന്ധത്തിൽ നമ്മളുടെ മനസ്സിൽ രൂപപ്പെടുന്നതാണ് ഭക്തി. അതിന്റെ പ്രത്യക്ഷമായ ലക്ഷണം എന്താണെന്നറിയാമോ? അതിനൊരു അടയാളമുണ്ട്. നമ്മളൊരു ഭക്തനാണോ അല്ലയോ എന്നറിയാൻ ഒരു ലക്ഷണമുണ്ട്. ഒറ്റ കാര്യം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 1:26. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ഇപ്പൊ കാര്യം പിടികിട്ടി. ഒരു ഭക്തിയുടെ പ്രഥമവും പ്രധാനവുമായ അടയാളം നാവിന് കുറ്റിയും കുളത്തും പിടിപ്പിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നാവ് ചങ്ങലക്കിടും. അതൊരു ഭക്തിയുടെ ലക്ഷണമാണ്. പക്ഷെ ഭക്തനെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട അടയാളം, വേണ്ട, ഭക്തയെ തിരിച്ചറിയാനുള്ള അടയാളം, തലയിൽ മുണ്ടിട്ട് ശുഭ്രവസ്ത്രധാരിയായി ഭവ്യതയോടെ നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടാൽ നമുക്ക് തോന്നും, സൂക്ഷിച്ചു നോക്കിയാൽ ദൈവമാതാവാണോ വന്നെന്ന് വരെ നമുക്ക് തോന്നിപ്പോ. അത്രമാത്രം നിറകുടമാണ്. പക്ഷെ കുഴപ്പമില്ല. പക്ഷേ വീട്ടിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ, വർത്തമാനത്തിന്റെ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്താൽ പിന്നെ അൺകൺട്രോളബിൾ, നിയന്ത്രണം ഇല്ല. പിന്നെ ഈ നാവിനെ ഒന്ന് പിടിച്ചു കെട്ടണം, ഇതിനൊന്ന് അകത്തേക്ക് കയറ്റിയിടണമെങ്കിൽ വലിയ പാടാ. യഥാർത്ഥമായ ഭക്തിയുടെ പ്രത്യക്ഷമായ ലക്ഷണം എന്നുള്ളത് വീട്ടിലും സമൂഹത്തിലും ഇടപെടുന്നിടത്തും മിതഭാഷിയാകും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ചെന്ന് ചാടി മുറിവും മൂർച്ചയും വേദനയുമായി പുറത്തു വരും. എന്നിട്ടിരുന്ന് തൂണി ചാരിയിരുന്ന് നിലവിളിക്കും, അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു,
അവക്കത് എന്നോട് ഇങ്ങനെ പറയാൻ കൊള്ളാമോ? ഇങ്ങനെ പറഞ്ഞ് നമ്മളിരുന്ന് കുറെ നേരം ഇരുന്ന് കരയും. ഈ കരയാനുള്ള വകുപ്പ് ആരുണ്ടാക്കിയതാ? നമ്മൾ വെറുതെ ചൊറിയാൻ പോയിട്ട് കിട്ടിയതാണ്. ദൈവമക്കളെ, അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ നാവിനെ കുറച്ച് നിയന്ത്രിച്ചാൽ നമുക്ക് നമ്മുടെ ഭക്തിയെ നമുക്ക് രൂപകൽപ്പന ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ആ ഭാഗം വിടുകയാണ്. കർത്താവിനുള്ള ഭക്തിയുടെ പ്രത്യക്ഷമായ പല ലക്ഷണങ്ങളിൽ സകലതിലും റാണിയായിട്ടുള്ളത് നാവിന്റെ മേലുള്ള നിയന്ത്രണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാവിനെ നിയന്ത്രിക്കാത്ത ഭക്തി വ്യർത്ഥമാണ്. ഞാൻ സംസാരിക്കുന്നത് ഭർത്താവിനോടാണെന്ന് ഭാര്യയ്ക്ക് തോന്നും. ഞാൻ സംസാരിക്കുന്നത് ഭാര്യയോടാണെന്ന് ഭർത്താവിനും തോന്നും. ഞാനൊരു പാസ്റ്ററോടാണ്, ഒരു സുവിശേഷകനോടാണ് സംസാരിക്കുന്നത്, ഒരു വൈദികനോടാണ് സംസാരിക്കുന്നുള്ള വിവേകം നമുക്കൊരിക്കലും നഷ്ടപ്പെടരുത്. ഞാൻ ആരോട് സംസാരിക്കുന്നെന്നുള്ളതായ വിവേകം ഒരിക്കലും വികാരത്തിന് വഴിമാറരുത്. അത് നിയന്ത്രിക്കാൻ കഴിയാത്ത സകല ഭക്തിയും വ്യർത്ഥമാണെന്ന് മത്തായി അല്ല പറഞ്ഞത്, യാക്കോബാണ് പറഞ്ഞത്. യാക്കോബ് അപ്പോസ്തലൻ നമ്മൾക്ക് തന്ന ആലോചനയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥമായ ഭക്തിയോ നാവിന് കടിഞ്ഞാണിടുന്നതാണ് യഥാർത്ഥമായ ഭക്തി. ഇപ്പൊ കർത്താവിലുള്ള ഭക്തി അത് മാതൃകാ സഭയുടെ പ്രത്യക്ഷമായ ഒരു ലക്ഷണമാണ്. നമുക്കിന്നിപ്പോ നമ്മുടെ പള്ളികളിലൊക്കെ ചെന്നാൽ, പള്ളിയിലെ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടല്ലോ, അതിന് ഓരോ സഭയിൽ ഓരോ പേരാ അതിന് പറയാം. ഇടവക സംഘം എന്നൊക്കെ പറയും, മർത്തോമാസ്. യാക്കോബായ സഭയിൽ ജനറൽ ബോഡി എന്നൊക്കെ പറയും. വേറെ ചിലടത്ത് വേറെ വേറെ പേരുകൾ പറയും. എന്ത് പേരായാലും പള്ളിക്കകത്ത് വെച്ച് സംസാരിക്കുന്ന വാക്കുകൾക്ക്, പറയുന്ന തർക്കുത്തരങ്ങൾക്ക്, എന്തിന് കയ്യാങ്കളി വരെ ഒന്നുമില്ല, വെറും ശൂന്യമാണത്. ആ കർമ്മം നടക്കുന്നൊരു സ്ഥലമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എന്നോട് നിങ്ങൾ വിഷമം ഓർക്കരുത്. ഇത് തന്നെയാണ് ഇന്നത്തെ ആത്മീക ച്യുതിയുടെ കാരണം. തലമുറകളെല്ലാം വഷളായിക്കൊണ്ടിരിക്കുന്നു. തലമുറകൾക്കൊന്നും ആരാധന വേണമെന്ന് പോലുമില്ല. കാരണം ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്നവരിൽ നിന്ന് ആരാധനയുടെ മഹത്വങ്ങൾ ആരാധനയിൽ പ്രസന്റ് ആകുന്നവർക്ക് കാണാൻ പറ്റണ്ടേ? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം പോലെ എന്നും കുറച്ച് പിരിവിന്റെ മീതെയുള്ള കൺസ്ട്രക്ഷൻ, മോടി പിടിപ്പിക്കൽ, ഈ കാര്യങ്ങളെല്ലാമായിട്ട് സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ വളർച്ചയും വർധനവും മോടി പിടിപ്പിക്കലുമായി മാറ്റുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനങ്ങളായി ഇത് തരം താണു പോകുന്നു. ആത്മീകമായുള്ള ഒരു ച്യുതി സംഭവിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല. അത്ര മാറ്റം സംഭവിച്ചിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന ചോദ്യം. ഞാൻ ആ ഭാഗം വിടട്ടെ. കർത്താവിലുള്ള ഭക്തിയിൽ ഒരു മാതൃകാ സഭ വളർന്നു വരും. കർത്താവിനെ സ്നേഹിക്കും. കർത്താവിനോടുള്ള ഭക്തിയിൽ നാൾതോറും വർദ്ധിക്കും. അടുത്തത്, അപ്പോ 1 സമാധാനം ഉണ്ടായിരുന്നു, 2 ആത്മീയ വർധന പ്രാപിച്ചു, 3 കർത്താവിനോടുള്ള ഭക്തിയിൽ വർദ്ധിച്ചു, 4 പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിൽ നടന്നു. എന്താണ് ആ പറയുന്നത്? പരിശുദ്ധാത്മാവിന്റെ ആലോചനയാൽ നടത്തപ്പെട്ടു. ഒരു വിഷയത്തിന്റെ മേൽ ദൈവാത്മാവിന്റെ നടത്തിപ്പും അതിനെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് എന്റെ ഉള്ളിലിരിക്കുന്ന ദൈവാത്മാവ് എന്നോട് സംസാരിപ്പാൻ വേണ്ടി ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നേടുന്ന ദൈവിക നടത്തിപ്പ് അനുഭവിക്കുന്നതിനെയാണ്
ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം. പരിശുദ്ധാത്മാവ് എവിടെ ഇരുന്നാണ് നമ്മളോട് പറയുന്നത്? ഉയരങ്ങളിൽ ഇരുന്നല്ല, സ്വർഗത്തിൽ ഇരുന്നല്ല ദൈവമക്കളെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് ആത്മാവ് നമ്മുടെ മനസാക്ഷിയോട് സംസാരിക്കും, മനസാക്ഷി നമ്മളോട് സംസാരിക്കും, നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ ഉൾക്കാഴ്ച തരും. നമ്മളെ പരിശുദ്ധാത്മാവ് സഹായകനായും കൂട്ടാളിയായും ഒരു നല്ല മിത്രമായി, ഒരു നല്ല ഉപദേഷ്ടാവായി, ഒരു നല്ല സഹായിയായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ഉപദേശം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നിൽ നിന്ന് വരുന്ന വചനത്തെ ദൈവാത്മാവിന്റെ ആലോചനയാണ് എന്ന വിശ്വാസത്തോടെ കേൾക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ അത് പരിവർത്തനമുളവാക്കൂ. അതിന് വരും മത്തായി സാറിന്റെ പ്രസംഗം എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ചേഞ്ചും ഉണ്ടാക്കാൻ മത്തായി സാറിന്റെ പ്രസംഗത്തിന് കഴിയില്ല. പക്ഷെ ഞാനത് പറയുമ്പോ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം നിങ്ങളുടെ കർണങ്ങളിൽ എത്തുന്നതിന്റെ ഇടയ്ക്കുള്ള ടൈമിൽ അത് ദൈവാത്മാവിനാൽ എനിക്ക് വേണ്ടി ഡൈവേർട്ട് ചെയ്ത് വന്നതാണ് എന്ന് അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് ആ വചനം പ്രയോജനപ്പെടുന്നത് ദൈവമക്കളെ. അത് നമ്മൾ പലപ്പോഴും പ്രസംഗം കഴിയുമ്പോൾ ചിലരുടെ പ്രസംഗം നമുക്ക് ഇഷ്ടമാണ്. പ്രസംഗം ഇഷ്ടപ്പെടാൻ അധികം കാരണം പ്രസംഗിക്കുന്ന ആളെ ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇഷ്ടമാണ്. പ്രസംഗിക്കുന്ന ആളെ ഇഷ്ടമല്ലെങ്കിൽ അങ്ങേരിപ്പോ എന്നെ വേദാന്തം പറഞ്ഞാലും നമുക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. എത്ര നല്ലത് പറഞ്ഞാലും ഓ പറയണ കേട്ടില്ലേ, ഈ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും നമ്മുടെ എല്ലാം ഉള്ളിൽ. അപ്പൊ പിന്നെ നമുക്കൊന്നും കിട്ടുകയല്ല. എന്നാൽ ഏത് മനുഷ്യൻ പറഞ്ഞാലും അദ്ദേഹത്തിനും എനിക്കുമിടയിൽ അതിനെ എനിക്ക് വേണ്ടി, ശ്രദ്ധിച്ച് കേൾക്കണം, അതിന് എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന ഒരു ദ്വിഭാഷിയായി എൻ്റെ കർത്താവ് നിൽപ്പുണ്ട്. അവൻ എനിക്കത് എനിക്ക് ഇണങ്ങുന്ന രീതിയിൽ, എനിക്ക് ആവശ്യമുള്ള രീതിയിൽ എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് എനിക്കത് രൂപപ്പെടുത്തി തരും. അതുകൊണ്ട് നിൽക്കുന്നവൻ ആരുമാകട്ടെ, പറയുന്നവർ എങ്ങനെയുള്ളവരുമാകട്ടെ, ഏത് ശബ്ദത്തിലോ ഏത് കോശത്തിലോ ഏത് കാര്യത്തിലുമാകട്ടെ, ദൈവാത്മാവേ നീ എന്നോട് സംസാരിക്കണമെന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടെ നമ്മൾ ഇരുന്നാൽ ആര് നിന്നാലും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മുടെ വാഞ്ച ദൈവാത്മാവ് അത് ഏറ്റെടുക്കും, പരിശുദ്ധാത്മാവ് അത് ഏറ്റെടുക്കും. പ്രസംഗിക്കുന്ന എൻ്റെ കുറവുകളൊന്നും നിങ്ങളെ ബാധിക്കാതെ പരിശുദ്ധാത്മാവ് നോക്കും. കാരണം നിങ്ങൾ ഒരുക്കമുള്ള മനസ്സോടെ ഇരിക്കുമ്പോൾ ഒരുക്കപ്പെട്ട മനസ്സിനകത്ത് ഒരുക്കമുള്ള വചനത്തെ അയക്കാൻ പരിശുദ്ധാത്മാവ് പ്രതിജ്ഞാബദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിലും ദൈവാത്മാവും നിങ്ങളെ സ്നേഹിക്കും. എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ എനിക്ക് അറിയില്ലെങ്കിലും കർത്താവ് അദ്ദേഹത്തെ അറിയും. ആദിവാസി ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ കാണാം, അവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇത് തിരിച്ചാണ്. അവർക്ക് പ്രാർത്ഥനയെക്കുറിച്ചോ സമർപ്പണത്തെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ പരിജ്ഞാനം ഒന്നും അവർക്കില്ല. അവർ നമ്മളെ വിമർശനാത്മകമായിട്ടാണ് കാണുന്നത്. ഇതെന്താണ് എന്ന് പറഞ്ഞാണ് അവിടെ നിൽക്കുന്നത്. അവർക്കൊന്നും അറിയില്ല. നമ്മളൊക്കെ ആദ്യ നാളിൽ അട്ടപ്പാടിയിൽ ആദിവാസി ഊരുകൾ ചെല്ലുമ്പോൾ യേശു എന്നുള്ള വാക്ക് അവർ കേട്ടിട്ടില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ അവർക്കറിയില്ല. പക്ഷേ അവിടെ നമ്മൾ പ്രാർത്ഥിച്ച ഒരു ദൈവദാസൻ കടന്നു ചെല്ലുമ്പോ അവരുടെ കുറവുകളെ നികത്തിയും അവനെ സ്നേഹിച്ചു ദൈവാത്മാവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അത് അവരുടെ യോഗ്യത നോക്കിയിട്ടല്ല, അവരോടുള്ള സ്നേഹത്താൽ. ഇത് തന്നെയാണ് ദൈവമക്കളെ നമ്മളും പരിശുദ്ധാത്മാവിന്റെ വലയത്തിനകത്തിരുന്നാൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. അങ്ങനെ ദൈവത്തിന്റെ ഹിതം നമുക്കറിയാം. സ്വപ്നം കണ്ട് എഴുന്നേറ്റ് ഓടിയേക്കൊന്നും അരുത്. ഇന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ടു, അത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചതാണെന്നും പറഞ്ഞ് നേരം വെളുത്ത് കയറും പാളെടുത്തുകൊണ്ട് ഓടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയല്ല ദൈവഹിതം തിരിച്ചറിയുന്നത്.
നിങ്ങളത് കൃത്യമായിട്ട് വായിക്കണം. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുമെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ, അത് കേവലം സ്വപ്നത്തിലൂടെയല്ല, നമ്മൾ വായിക്കുന്ന പുസ്തകത്തിലൂടെ, നമ്മൾ കേൾക്കുന്ന പ്രസംഗത്തിലൂടെ, നമ്മളുടെ വീട്ടിൽ വന്ന് സംസാരിക്കുന്ന വ്യക്തിയിലൂടെ, നമ്മൾ ദൈവവചനം മറയ്ക്കുമ്പോൾ കിട്ടുന്ന സന്ദേശങ്ങളിലൂടെ എല്ലാമാണ്, പലതിലൂടെയാണ് ദൈവാത്മാവിന്റെ പ്രബോധനം നമുക്ക് സിദ്ധിക്കുന്നത്. എന്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞ, ചിലപ്പോൾ വെറുതെ യാത്ര പോകുമ്പോൾ ചില ടോപ്പിക്കിൽ കൃത്യമായ ഒരു ഗൈഡൻസ് നമ്മുടെ ഉള്ളിൽ കിട്ടും. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ആ കാര്യം ഇങ്ങനെ അത് ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വീണ്ടും വീണ്ടും ചിന്തിക്കും. അതിന്റെ ഒരു സ്കെച്ചും പ്ലാനും കിട്ടണമല്ലോ, അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ നടപ്പാക്കാം. ആ ഒരു ദർശനവും കാഴ്ചപ്പാടും എന്നാണ് ഞാൻ അതിനിട്ടിരിക്കുന്ന പേര്. ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി തരുമ്പോൾ, വെളിപ്പെടുത്തി തരുന്ന കാര്യം എങ്ങനെയാണ് നടപ്പാക്കാൻ പറ്റുന്നത് എന്നുകൂടി അവൻ പറഞ്ഞു തരും. അതാണ് ഞാൻ അനുഭവിക്കുന്ന ഒരു സത്യം. അതിന്റെ ഒരു കൃത്യമായ ബോധ്യം ഉള്ളിൽ കിട്ടിയാൽ പിന്നെ എതിർപ്പ് നോക്കാറില്ല, പിന്നെ ത്യാഗം നോക്കാറില്ല, കഷ്ടപ്പാട് നോക്കാറില്ല, എന്ത് കയ്യിലുണ്ടെന്ന് നോക്കാറില്ല. ദൈവം ഉള്ളിൽ ഒരാലോചന തന്നത് കൃത്യമാണെങ്കിൽ നേരെ മുമ്പോട്ട് പോകും. അതിന്റെ മുൻപിലുള്ള തടസ്സങ്ങളെ രണ്ട് കൈകൊണ്ടും വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകും. അതാണ് പാവപ്പെട്ട എൻ്റെ ഒരു നേച്ചർ. അതാണ് ഞാനത് നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രം. ശരിയായിക്കൊള്ളണമെന്നോ അത് നല്ലതാണെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ദൈവം ഓരോരുത്തരെ നടത്തുന്ന ഓരോ വഴിയിലൂടെയാണ്. എന്നെ നടത്തുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളെ നടത്തുന്നത്. നിങ്ങൾക്ക് ദൈവം ആലോചന നടത്തുന്ന പോലെ ആയിരിക്കില്ല എനിക്ക്. അതിനെല്ലാം വൈവിധ്യതയുണ്ട്. ഒരു പർട്ടിക്കുലർ വേ അല്ല ദൈവാത്മാവിനുള്ളത്. ദൈവാത്മാവിന് മരുഭൂമിയിൽ പല വഴികളാണ്, പല വഴികളാണ്. ദൈവമക്കളെ, ഇന്ന് ഈ ഡിവൈസിന്റെ മുൻപിലുള്ള 60 ഡിവൈസിന്റെ മുൻപിലിരിക്കുന്നവർക്കും 60 വഴികളെ തരാൻ സർവശക്തന് കഴിയും. ഒരുവന്റെ വഴിയിലൂടെ നിങ്ങൾ നടക്കണ്ട, ഒരുവൻ പോകുന്ന പോലെ നിങ്ങൾ പോകണ്ട. എനിക്ക് എൻ്റെ ദൈവം പുതിയ വഴി തരും. ഹല്ലേലൂയ. അവൻ പഴകിയതും അഴുകിയതുമല്ല നമുക്ക് തരുന്നത്, ഫ്രഷ്. ആമേൻ. അതുകൊണ്ട് ദൈവാത്മാവിന്റെ പ്രബോധനത്തെ സ്വീകരിക്കും. അവസാനത്തെ 5-ാമത്തെ കാര്യം എന്താണ്? പെരുകിക്കൊണ്ടിരുന്നു വർദ്ധിച്ചു വരുന്ന സഭ. പെരുകിക്കൊണ്ടിരുന്നു. സഭ പെരുകണം. എങ്ങനെ പെരുകണം? ഇന്നിവിടെ രാഷ്ട്രീയത്തിലൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്, മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പെരുക്കം. അവർക്ക് 5, 8, 10 മക്കൾ വെച്ചിട്ടുണ്ട് അത്രേ. അങ്ങനെയാണ് ഇസ്ലാം മതം വളരുന്നതെന്ന് പറയും. മറ്റ് മതക്കാർ അത് നോക്കിക്കൊണ്ട് പറയും നമുക്ക് 1, 2. നമ്മുടെ സഭ വളരുന്നത് എങ്ങനെയാ? നമ്മുടെ ഇടവക വളരുന്നത് എങ്ങനെയാ? എനിക്ക് 2 മക്കളുണ്ടാകുമ്പോൾ 2 അംഗങ്ങളായി. അവര് വിവാഹം കഴിച്ച് അവർക്കും 2 മക്കളാകുമ്പോൾ അങ്ങനെ 2 പേരും കൂടിയായി. അത് പെൺമക്കളാണെങ്കിൽ അവരെ കല്യാണം കഴിച്ചു കൊണ്ടുപോകും, പിന്നെ അവതും ഇല്ലാണ്ടാകും. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ആൺമക്കൾ വഴി അവർക്ക് മക്കളുണ്ടായി. ഇങ്ങനെയുള്ള സഭാ വളർച്ചയാണ് നമ്മൾ നമ്മുടെ സഭയെ പെരുകുന്നതായിട്ട് കാണുന്നത്. അല്ല, ഇങ്ങനെ പ്രത്യുൽപാദനത്തിലൂടെയുള്ള വളർച്ചയല്ല സഭയുടെ പെരുക്കം. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി സഭയോട് ചേർത്ത് സഭ പെരുകണം. അങ്ങനെയാണ് സഭയെ വളർത്തേണ്ടത്. ഇത് പെരുകണമെങ്കിൽ നമ്മിൽ ആത്മദാഹം ഉണ്ടാകണം. എനിക്കും വേണം ആത്മാക്കളെ. എനിക്ക് ആത്മാക്കളെ നേടണം. ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, എനിക്ക് ആത്മാക്കളെ നേടണമെന്ന് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൊതിയോടെ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും ആരെയും കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇല്ല. ആ കൊതി എന്ന് പറയുന്ന കാര്യം കർത്താവിനറിയാം, അതിന്റെ ഡെപ്ത് അറിയാം. ദാഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ് നമുക്കുള്ളത്. ദാഹിക്കുന്നവരെ അവൻ തൃപ്തിപ്പെടുത്തും. ദാഹിക്കുന്നവർക്ക് ധാരാളമായിട്ട് അത് കിട്ടും. ദാഹിക്കുന്നവർക്കത് ധാരാളമായിട്ട് കൊടുക്കും. എനിക്ക് ആത്മാക്കളെ വേണമെന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അത് കിട്ടിയിരിക്കും. പക്ഷെ അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കണം. എനിക്ക് വെള്ളം കുടിക്കണം, എനിക്ക് ആഹാരം പാകം ചെയ്യണം, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. അത് നമ്മൾ സ്വയം പറയുമ്പോൾ നമ്മൾ അതിന്റെ പരിഹാരത്തിന് വേണ്ടി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ദാഹിച്ചാൽ എവിടെ നിന്നെങ്കിലും വെള്ളം കണ്ടുപിടിക്കും, വിശന്നാൽ എവിടെ നിന്നെങ്കിലും ആഹാരം കണ്ടുപിടിക്കും. ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ആത്മാക്കളെ വേണമെന്ന് കൊതിയോടെ പ്രാർത്ഥിച്ചാൽ അവൻ നമുക്ക് ആത്മാക്കളെ തരും. അങ്ങനെയാണ് ദൈവമക്കളെ സഭ വളരേണ്ടത്. മോർണിംഗ് പ്രയറിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വരാനായിട്ട് ശ്രമിക്കണം. നമ്മൾ കേവലം 35 പേരിൽ ആരംഭിച്ചതാണ്. നിങ്ങളുടെയൊക്കെ പരിശ്രമം കൊണ്ടും നിങ്ങൾ പലരും മറ്റുള്ളവരോട് പറഞ്ഞും നിർബന്ധിച്ചും കയറി വന്ന് ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അവർക്ക് ഇതൊരു അനുഗ്രഹമാണെന്ന് തോന്നി അവരിതിൻ്റെ ഒരു പാർട്ടായി മാറുകയാണ്. എന്തേ കാരണം? നമ്മളുടെ മൗത്ത് പബ്ലിസിറ്റിയാണ് അതിന്റെ കാരണം. നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഈ ആശയത്തെ കൈമാറുകയാണ്. അതുപോലെ തന്നെ സുവിശേഷം രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷം മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ ആ സുവിശേഷം അവർ അംഗീകരിക്കുന്നു, ആ സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് അവർ മാറുന്നു. അങ്ങനെയാണ് നമ്മളുടെ ഇങ്ങനെയുള്ള കൂടിവരവുകൾ വർദ്ധിച്ചു വരുന്നത്. അങ്ങനെയാണ് നമ്മളുടെ കൂട്ടായ്മകൾ വർദ്ധിച്ചു വരുന്നത്. അങ്ങനെയാണ് നമ്മളുടെ സഭകൾ പെരുകി വരുന്നത്. അല്ലാത്തത് അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പൊ വടക്കേന്ത്യയിലെ ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ആത്മദാഹത്തോടെ പ്രവർത്തിക്കുന്ന ഏത് മിഷണറിക്കും ഇഷ്ടം പോലെ ആത്മാക്കളുണ്ട്. അവന് ഭയമില്ല, അവന് സമയമുണ്ട്, അവന് ലീവ് വേണ്ട, അവന് വീട്ടിലിരിക്കാൻ നേരമില്ല. നമ്മുടെ ഒരു മിഷണറി ഉണ്ട്, രാവിലെ ഇറങ്ങും, 8 മണിക്ക് ബൈക്ക് എടുത്ത് ഇറങ്ങും, വൈകുന്നേരം വരെ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാളെ എനിക്കറിയാം. എല്ലാ ദിവസവും വർക്ക് ചെയ്യും. അവിടെ 1000-600 വിശ്വാസികളുണ്ട്. നമ്മളൊന്നും അന്വേഷിക്കണ്ട, സ്വന്തം തീരുമാനം, സ്വന്തം സമർപ്പണം, കർത്താവിന് വേണ്ടി അധ്വാനിക്കാനുള്ള മനസ്സ്. അങ്ങനെയുള്ളവർക്ക് ആത്മാക്കളുണ്ട്. ആ ദാഹം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ പെരുകില്ല. ഇപ്പോ വളർന്നു വരുന്നൊരു ട്രെൻഡുണ്ട്. ചിലർക്ക് വിവാഹം വേണ്ട, ചിലർക്ക് വിവാഹം വേണം, വിവാഹം കഴിഞ്ഞാൽ മക്കൾ വേണ്ട. ഇത് വിവാഹത്തിന് മുമ്പ് ആ കാര്യങ്ങൾ സംസാരിക്കില്ല. വിവാഹം കഴിഞ്ഞിട്ട് മക്കൾ വേണ്ട എന്ന് ജീവിത പങ്കാളിയോട് പറയുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ക്ലാഷ്, സംഘർഷം, അത് അവസാനം പിടിവള്ളി വിട്ടു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വരും. പലരുടെ കാര്യത്തിൽ ഇടപെടാനും പറയാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇടയായി വന്നിട്ടുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങൾ വേണം, എനിക്ക് തലമുറ വേണമെന്ന് ആഗ്രഹിക്കാത്തവൻ വിവാഹം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. തലമുറ വേണം, ആത്മാക്കളെ വേണം, മക്കളെ വേണം. എന്റെ ദാഹം തീരണം, എന്റെ വിശപ്പ് മാറണം. ഈ വക താല്പര്യങ്ങൾ, ദാഹം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അത് തന്ന് തൃപ്തിപ്പെടുത്തുന്ന നല്ലവനായ ഒരു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, സമാധാനമുള്ളതാണ് സഭ. മാതൃകാ സഭയ്ക്ക് സമാധാനം. 2, മാതൃകാ സഭയ്ക്ക് ആത്മീക വർധനമുണ്ട്. 3, മാതൃകാ സഭയിൽ കർത്താവിനോടുള്ള ഭക്തി ഉണ്ട്. മാതൃകാ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം സ്വീകരിക്കും. മാതൃകാ സഭ പെരുകി വരും.
ഈ 5 ലക്ഷണങ്ങൾ ഇണങ്ങിയതാണ് ഒരു മോഡൽ ചർച്ച് എന്ന് പറയുന്നത്. വളരാത്തത് സഭയല്ല, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്തത് സഭയല്ല, അതിന് സഭയെന്ന് പറയാൻ പറ്റില്ല. ദൈവാത്മാവിലും ദൈവവചനത്തിലും വർദ്ധിച്ചു വരാത്തത് ഒരു സഭയുടെ ലക്ഷണമല്ല. ആരാണ് സഭ? ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹമാണ് സഭ. ഞാൻ അങ്ങനെയായാൽ ഞാൻ ഉൾപ്പെടുന്ന സഭ വളരും. ഞാൻ അങ്ങനെയായാൽ ഞാൻ ഉൾപ്പെടുന്ന കൂട്ടായ്മ വളരും. ഞാൻ അങ്ങനെയായാൽ എൻ്റെ കുടുംബത്തിൽ ആ മാറ്റം അറിയാം. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു ചേഞ്ച് ദൈവാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കും. ഈ ഒരു വലിയ ഉണർവ് ദൈവാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കും. അതിനായി ഇന്നത്തെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന നമ്മൾ ഒരു മാതൃകാ സഭയുടെ അംഗങ്ങളായി തീർന്ന് തദ്വാര നമ്മളുടെ സഭ ഒരു മാതൃകാ സഭയായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ കൂട്ടായ്മ അങ്ങനെയായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശരീരം എന്ന സഭയുടെ പ്രത്യക്ഷമായ നൂതനമായ അടയാളങ്ങളാണ് നമ്മൾ പങ്കുവെച്ചതല്ല. 1-ാം നൂറ്റാണ്ടിലെ സഭ അങ്ങനെയായിരുന്നു. നമ്മൾ 2-ാം അധ്യായം പഠിച്ചപ്പോ നമ്മൾ അതുപോലൊരു ഭാഗം പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു സഭ എന്ത് ചെയ്യുന്നു? അവര് ഒന്നിച്ചുകൂടിയും അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും അതിന്റെ 43 മുതൽ സകലവും പൊതുവകായി എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജഡത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു വന്നു. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന കർത്താവിന്റെ ശരീരമെന്ന സഭയുടെ നമ്മളുടെ കൂട്ടായ്മ, നമ്മളുടെ പ്രാദേശിക സഭകൾ, അതെല്ലാം അതുപോലെ രൂപപ്പെട്ടു വരാൻ സർവശക്തി നമ്മെ സഹായിക്കട്ടെ.